ഡിയേഴ്സ്, നെക്സ്റ്റ് നമ്മുടെ ചർച്ച എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ചേഞ്ചിൻ്റെ ബേസിൽ ചേഞ്ചിങ് മെയിൻലി ഡ്യൂ ടു ദ ഗവൺമെൻറ് പോളിസി. ചേഞ്ചുകളൊക്കെ തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്, ഇന്ത്യയിൽ ആ എക്കണോമിക് എൻവയോൺമെൻറ്റ് ടോട്ടൽ ചേഞ്ചസുകളൊക്കെ തന്നെ ബേസ്ഡ് ഓൺ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്. Okay, so as a part of economic reformsന്റെ ഭാഗമായിട്ട് the government of India announced a new industrial policy in July 1991. ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഫോം ചെയ്തു. സോ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഫോം ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് നൽകി എന്തിന്? ലിബറലൈസേഷൻ. സോ ദിസ് കോൺസെപ്റ്റ് ഈസ് emerged in India. Liberalization, privatization and globalization. അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് നമുക്ക് നൽകേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ മീൻസ് ഫ്രീയിങ് ദ ഇന്ത്യൻ എക്കണോമി ഫ്രം unnecessary government controls. Freeing Indian business and industry from all unnecessary controls and restrictions. അപ്പോൾ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസുകളൊക്കെ തന്നെ ഒഴിവാക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത്? ലിബറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷൻ എക്സാമ്പിളായിട്ട് ഫോർ എക്സാമ്പിൾ അബോളിഷിങ് ലൈസൻസിങ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റംസുകളൊക്കെ തന്നെ ഒരുപാട് അബോളിഷ് ചെയ്തു, ഒരുപാട് എക്സംപ്റ്റ് ചെയ്തു കൊടുത്തു, ഒഴിവാക്കി കൊടുത്തു. ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ഒരു ബിസിനസ്സിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷന് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. റിമൂവൽ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മൂവ്മെൻറ്റ്സുകളൊക്കെ തന്നെ വളരെ ഫ്രീ ആക്കി. റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ ഒഴിവാക്കി കൊടുത്തു. ആൻഡ് ഓൾസോ ഫ്രീഡം ഇൻ ഫിക്സിങ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഓൾസോ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്സിൽ റിഡക്ഷൻസ് പ്രൊവൈഡ് ചെയ്തു. ഓൾ ദീസ് ആർ ലിബറലൈസേഷൻസ്. ഓക്കെ, Privatization means giving greater role to the private sector. പ്രൈവറ്റ് സെക്ടറിന് റോള് കൂട്ടിക്കൊടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്? പ്രൈവറ്റൈസേഷൻ. So, giving greater role to the private sector in the nation building process and drastically reducing the role of public sector. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ഗവൺമെൻറ് അവരുടെ റോളുകളൊക്കെ തന്നെ കുറച്ച് പ്രൈവറ്റ് സെക്ടറിൻ്റെ റോളുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി പ്രൈവറ്റൈസേഷൻ. So to achieve this, government adopted the policy of planned disinvestment process. അപ്പോൾ പ്ലാൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സാണ് ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ഓക്കെ, അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ തന്നെ എന്ത് ചെയ്യുക? പ്രൈവറ്റ് മേഖലയിലേക്ക് വിട്ടുകൊടുക്കുക, അതൊക്കെ തന്നെ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് റോളുകളൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരിക. സോ ഡെവലപ്മെൻറ്റ്സ് ഹൈ ലെവലിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്തത്. സോ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് എന്തിനും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു? പ്രൈവറ്റൈസേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, ഇനി അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫറിങ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈവറ്റൈസേഷൻ. ഇനി ഗ്ലോബലൈസേഷൻ. ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് ഗ്ലോബലൈസേഷനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഗ്ലോബലൈസേഷൻ മീൻസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് അവർ എക്കണോമി വിത്ത് ദ വേൾഡ് എക്കണോമി. അപ്പോൾ വേൾഡ് ഒരു സിംഗിൾ വില്ലേജായിട്ട്, ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിർവരമ്പുകളൊക്കെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ വില്ലേജ് എന്ന കോൺസെപ്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റുള്ള കൺട്രീസിലും ഇവിടെയുള്ളതും ഒക്കെ തന്നെ അങ്ങോട്ടും പ്രൊഡ്യൂസ് ചെയ്യാം, അവിടെ മാർക്കറ്റ് ചെയ്യാം, അവിടുത്തെ ഫോറിൻ കൺട്രീസിലുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇവിടെയും മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ സർവീസുകളും ഗുഡ്സുകളും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ വില്ലേജ് എന്ന കോൺസെപ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻസുകളൊക്കെ തന്നെ കൂടി ഈ കാരണത്താൽ. ഓക്കെ, അപ്പോൾ ഗ്ലോബലൈസേഷൻ കൂടിയതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസും, നമ്മുടെ രാജ്യത്തിലുള്ള ആക്ടിവിറ്റീസുകളും ബിസിനസ് ആക്ടിവിറ്റീസും ഇൻഡസ്ട്രികളും ഒക്കെ തന്നെ ഇൻക്രീസ് ആയി.